കുരുടിപ്പില്ലാതെ നമ്മുടെ പച്ചമുളകിനെ കറക്റ്റ് ആക്കുക എന്നുള്ളത് ഇതിന്റെ അടിയിലൊക്കെ ഒന്ന് നോക്കണം. എപ്പോഴും അതെ, ഇതിന്റെ ചുവട്ടില് ഈ വെള്ള കുത്തുകളോ അല്ലെങ്കിൽ വെള്ള പുള്ളികളോ അല്ലെങ്കിൽ കറുപ്പ് കുത്തുകളോ അത് നന്നായിട്ട് ഒന്ന് അങ്ങ് നനച്ചു കൊടുക്കുക. നമ്മള് മുളക് പറിച്ചു നടുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. നമ്മളിത് ഇങ്ങനെ നടുന്ന സമയത്ത് ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് മുളക് കൃഷി വിജയിപ്പിക്കാനായിട്ട് പറ്റും. ഒത്തിരി പേരുടെ വലിയൊരു പ്രശ്നത്തിലുള്ള നിസ്സാര സംഭവമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് പേർക്ക് മുളക് കൃഷി വിജയിക്കുന്നില്ല. അപ്പോ അതിന് നിസ്സാര ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ നടുന്ന സമയത്തുള്ള ആ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു കീടബാധയില്ലാതെ ധാരാളം മുളക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. അപ്പോ എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. നമുക്ക് മുളക് കൃഷി അല്ലെ, മുളക് കൃഷിയിലാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഒരുപാട് വെറൈറ്റി മുളകുകള് നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ്, ഏതൊക്കെയാണ് നല്ല മുളകുകൾ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് സാധാരണ ആദ്യമായിട്ട് ചെയ്യുന്നവര് 3-4 തരം മാത്രം ചെയ്യുക. കാരണം ആദ്യം നമുക്ക് ഉജ്ജ്വല മുളക് ധാരാളം പ്രതിരോധ ശക്തി ഉള്ളതാണ്. പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉള്ളത് സിറ ബുള്ളറ്റ്. ഇപ്പൊ സിറ മുളക് എന്ന് പറയുന്നത് അങ്ങാടി മുളക്, അതായത് നല്ല നീളമുള്ള മുളകില്ലേ, അത് തന്നെ. പിന്നെ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഉണ്ടമുളക്. പിന്നെ ഭാസ്കര മുളക് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഈ ഉജ്ജ്വല മുളക് പോലെ തന്നെ മേലോട്ട് നോക്കി ഒരു ക്രീം കളറിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഭാസ്കര മുളക് എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവര് അല്ലെങ്കിൽ മുളക് കൃഷി ചെയ്തിട്ട് അത് അങ്ങനെ ശരിയാവാത്തവര് തിരഞ്ഞെടുക്കേണ്ട മുളക് തൈകളാണ് ഉജ്ജ്വല, ഭാസ്കര, സിറ, ബുള്ളറ്റ്. ഈ 4 തരം നിങ്ങൾ ആദ്യം ചെയ്ത് കറക്റ്റ് ആയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. 10-15 വെറൈറ്റി മുളകുകൾ തന്നെയുണ്ട് നമ്മുടെ അടുത്തുണ്ട് അതൊക്കെ. പക്ഷെ ആദ്യം നിങ്ങൾ ഇത് ചെയ്ത് കറക്റ്റ് ആവൂ കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുളകിന്റെ കുരുടിപ്പ്. എപ്പോഴും അതെ, നമ്മൾ കാണെ മുളക് കുരുടിക്കും. പിന്നെ വേറെ അത് പ്രത്യേകം പറയട്ടെ കേട്ടോ, ഒത്തിരി വലിയ മുളക് തൈകള് ഇപ്പൊ ദേ ഇത്രയൊക്കെ ആയി നിൽക്കുന്ന വലിയ മുളക് തൈകള് നിങ്ങൾക്ക് എന്താ പറയാ, അതൊക്കെ കായ്ച്ച് ഒരുപാടൊക്കെ ഇതാക്കിയതാ. പിന്നെ ഇപ്പൊ എല്ലാവരും ഫോട്ടോ ഇട്ട് തന്നെ ഇതൊരു വെളുത്ത കളറായി മാറിയിട്ട് നമ്മുടെ മുളക് ചെടീനെ കണ്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ വെളുത്തിട്ട്. അതെന്തുകൊണ്ടാണ്? ഡോളോമേറ്റിന്റെ കുറവാണ്. അപ്പൊ അവരോട് ചോദിക്കും ഡോളോമേറ്റ് കൊടുത്തോ, മൈക്രോ ന്യൂട്രിയന്റ് കൊടുത്തോ ചോദിക്കണ സമയത്ത് പറയണതാണ് ഞങ്ങള് മണ്ണ് മിക്സ് ചെയ്യുമ്പോ ചെയ്തിരുന്നു എന്ന്. അത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുമ്മായോ ഡോളോമേറ്റ് കൊടുക്കണം, അത് നിർബന്ധം. അത് എന്തിനാണ്? മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനായിട്ട്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? കാൽസ്യം കിട്ടാനാണ്. നമ്മുടെ മുളക് ചെടിക്ക് കാൽസ്യത്തിന്റെ കുറവ് ഒത്തിരി അധികം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കുരുടിപ്പിനും അതൊരു കാരണമാകും. അപ്പൊ നമ്മൾ എന്ത് വേണം? കാൽസ്യം കിട്ടാനായിട്ട് ഒന്നുകിൽ പച്ച കക്ക പൊടിച്ചത് കൊടുക്കണം, അല്ലെങ്കിൽ ഡോളോമേറ്റ് കൊടുക്കണം. അത് നിർബന്ധമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സംശയങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ മുളക് കൃഷിയിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നമ്മളെ മെയിൻ പ്രശ്നം ഡോളോമേറ്റ് നിങ്ങൾ മാസത്തിലൊരിക്കൽ കൊടുക്കാത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ സംശയം, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സംശയത്തിനുള്ള മറുപടി പറയുന്നല്ലേ. അപ്പോ മുളക് അത് കുരുടിക്കണതിന്റെ മെയിൻ കാരണം ഒന്ന് ഡോളോമേറ്റ് കൊടുക്കാത്ത, അതിന്റെ ഇലകൾ മഞ്ഞളിച്ച് അതൊരു വെള്ള കളറായി മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന് ഡോളോമേറ്റ് നമ്മൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ പച്ച കക്കപ്പൊടി കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോളോമേറ്റോ പച്ച കക്കപ്പൊടിയോ കൊടുക്കണം കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ്, എത്ര അളവ് എന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മള് കുരുടിപ്പില്ലാതെ നമ്മുടെ പച്ചമുളകിനെ കറക്റ്റ് ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ നല്ല തരം പച്ചക്കറി തൈകള് നമ്മൾ തരുന്നുണ്ട്, കൊറിയർ ചെയ്ത് തരാം. നമ്മുടെ PRS നഴ്സറിയിൽ നിന്ന് വന്നാൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നല്ല തരം തൈകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പേരുകളൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല കരുത്തായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന തൈകൾ നോക്കി വാങ്ങണം. പിന്നെ
മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ വേണ്ട. എന്നാലും ഞാൻ എടുത്തു പറയാണ്, ഒന്നും കൂടെ പുതിയ ആൾക്കാരുണ്ടാവും. അപ്പൊ പഴയവർ ഒന്ന് ക്ഷമിക്കുക. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറയാം, നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം എടുക്കേണ്ടത്. അതിലോട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, ചകിരി കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം ഇതെല്ലാം ചേർക്കണം. അപ്പോൾ 2 ഇരട്ടി മണ 2:1 എന്ന റേഷ്യോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 3:1 എന്ന റേഷ്യോ വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി മണ്ണ് ചേർത്ത് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് അപ്പൊ തന്നെ നമ്മൾ ഒരു കാരണവശാലും തൈകൾ നടരുത്. ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് മാറ്റി വെക്കണം. അതെന്തിനാണെന്നറിയോ? ഇതിലൊരു ആവി ഉണ്ടാവും, ഈർപ്പം, ഒരു പുഴുക്കം എന്നൊക്കെ പറയും നമ്മൾ. ഒരു ചെറിയൊരു പുഴുക്കം ഉണ്ടാവും. അപ്പൊ ആ ഒരു പുഴുക്കത്തില് നമ്മളിങ്ങനെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ അത് വാടി പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് നിറച്ച് കാലത്ത് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ച് വൈകുന്നേരങ്ങളിൽ വേണം നമ്മൾ നടാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൃഷി ചെയ്യുന്നവരും ചെയ്യാത്തവരും ചെയ്ത് കറക്റ്റ് ആവുന്നവർ ആണെങ്കിൽ പോലും ഒന്നും കൂടെ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ മുളക് കുരുടിക്കാനുള്ള വേറെ മെയിൻ കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോ തൈകളൊക്കെ പാകിയിട്ട് പറിച്ചു നടും. അപ്പൊ നമ്മളുണ്ടല്ലോ ഇതിന്റെ അടിഭാഗത്തൊന്ന് നോക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ ചില സമയത്ത് ഇതിന്റെ അടിയിലെ ഈ വെള്ള കുത്തുകളോ അല്ലെങ്കിൽ വെള്ള പുള്ളികളോ അല്ലെങ്കിൽ കറുപ്പ് കുത്തുകളോ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഗ്രോ ബാഗിലോട്ട് പറിച്ചു നടരുത്. അവിടെ തന്നെ, കാരണം അതിന്റെ ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെ കീടബാധയുള്ള തൈകൾ നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് അതിന് നല്ല കരുത്ത് ഉണ്ടാവില്ല. നടുമ്പോൾ അതിനൊരു സ്ട്രെസ് വരും. ആ സ്ട്രെസ്സും ഇതിന്റെ കീടബാധ മൂലം അതങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് മുരടിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം, നടുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഇലയുടെ അടിയിൽ നോക്കുക. ഇലയുടെ അടിയിൽ കീടബാധ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പറിച്ചു നടുക. നടുന്ന സമയത്ത് കാലത്തല്ല, വൈകിട്ട് നടുക. 2 ദിവസം നമ്മൾ തണലത്ത് മാറ്റി വെക്കുക. അതായത് നമ്മൾ നന്നായിട്ട് ശക്തിയായിട്ട് വെയിലോ മഴയോ കൊള്ളാതെ മാറ്റി വെച്ച് 3-ാമത്തെ ദിവസം മാത്രമാണ് നമ്മൾ ഇതിനെ പുറത്തോട്ട് എടുക്കാൻ പാടുള്ളൂ. 3-ാമത്തെ ദിവസം നമ്മൾ ഇതിന് എല്ലാ പോഷകങ്ങളും കൂടിയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ ഫസ്റ്റ് ബൂസ്റ്റ് ഡോസ് എന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയില എടുത്ത് അത് അരച്ച് അതിൽ 30 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു വളർച്ചയാണ്, ഒരു പ്രത്യേക വളർച്ച, നല്ല കരുത്തായിട്ട് വളരും. അപ്പൊ ഈ കരുത്തായിട്ട് വളരുന്ന ചെടികൾക്ക് പെട്ടെന്ന് ഒരു കീടബാധ വന്നാലും അത് ഏൽക്കില്ല, അതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചെറുതായിട്ട് ഒരു വളപ്രയോഗം നടത്തേണ്ടതുള്ളൂ. പക്ഷെ അത് ചെയ്യണ സമയത്തും ഇപ്പൊ നമ്മൾ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് വളപ്രയോഗം നടത്തണ സമയത്തും ഇതിന്റെ അടിയിലൊക്കെ ഒന്ന് നോക്കണം. എപ്പോഴും അതെ, ഇതിന്റെ ചുവട്ടില് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുവട്ടിന്ന് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടാ. അപ്പൊ ഇതിന്റെ എപ്പോഴും നമ്മൾ ചുവട് ഭാഗം നന്നായിട്ട് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും കീടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ കീടങ്ങൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള 2-3 ഇതുണ്ട്. അത് 1 മാസത്തിന് ശേഷം കൊടുത്താൽ മതി കേട്ടോ. 1 മാസം വരയ്ക്കും നമുക്ക് ഇതിന് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന് എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്തത്, എന്തൊക്കെയാ ചെയ്തത്, നമ്മൾ അതിന് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും റോക്ക് ഫോസ്ഫേറ്റും ഒക്കെ കൊടുത്തിരുന്നല്ലോ അല്ലെ. അത് ഒന്നും കൂടെ ഇതിനങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാതും ഇട്ട് നന്നായിട്ട് അങ്ങ് മണ്ണ് ഇളക്കി അത് നന്നായിട്ട് ഒന്ന് അങ്ങ് നനച്ചു കൊടുക്കുക. അപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് പെട്ടെന്ന് നല്ല കരുത്തായിട്ട് വളരും. ഇപ്പൊ ദേ നമുക്ക് 1 മാസം പ്രായം വന്നിട്ടുള്ള നമ്മുടെ ചെടിയാണ് ഇത്. അപ്പൊ ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നുണ്ട്, ഇതേ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ഇതുവരെ കീടബാധയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇതിന് 1 മാസത്തേക്ക് വലിയ പ്രശ്നം, 1 മാസം കഴിയണ സമയത്താണ്
ഇതിന് കീടബാധകൾ വരും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ 1 മാസം കഴിയണ സമയത്ത് നമുക്ക് സ്യൂഡോമോണസും ബിവേറിയും വെട്ടിസീലയും 3ഉം കൂടിയിട്ടുള്ള ബയോ കൺട്രോൾ മിക്സ് ഇല്ലേ യൂണിവേഴ്സിറ്റിയുടെ, അത് തന്നെ, അത് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പൊ അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്നുള്ള രീതിയിൽ ഇതിനങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടബാധയും വരില്ല. അപ്പൊ നമ്മൾ കീടബാധ വന്നിട്ട് അതിനെ എന്തെങ്കിലും ചെയ്യണേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്. പിന്നെ നമ്മൾ ഇതിന് കഞ്ഞിവെള്ളം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാരം കൂടിയിട്ടുള്ള അതുണ്ടല്ലോ സ്ലറി, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ പെട്ടെന്ന് പൂക്കും. 1 മാസം കഴിഞ്ഞ് ഇതിന് നമ്മൾ കീടബാധ വരാതിരിക്കാനും അതുപോലെ പെട്ടെന്ന് പൂക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റ് എടുക്കുക, അതിലോട്ട് പുളിച്ച കഞ്ഞിവെള്ളം 1 കപ്പ് ഒഴിക്കുക, 1 പിടി ചാരം ഒഴിച്ച് അതിൽ 5 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഇതിന് മേലെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല, അതായത് കുളിച്ച് നിൽക്കുന്ന പോലെ തന്നെ, അതായത് അത്രയും ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. അത്രയും ഡൈലൂട്ട് ചെയ്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കീടബാധ വരാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അത് നമ്മുടെ ചാരത്തിൽ ധാരാളമായിട്ട് പൊട്ടാഷ് ഉണ്ട്. അപ്പൊ ആ പൊട്ടാഷ് കിട്ടുന്നത് മൂലം ഇത് പെട്ടെന്ന് പൂക്കളുണ്ട്. അപ്പൊ അത് പൂത്ത് കായ്ക്കാനായിട്ട് ഇത് വളരെ ഉപകരിക്കും. അപ്പൊ മുളക് കൃഷിയിൽ നമുക്ക് ഈ കീടങ്ങളുടെ പ്രശ്നം കുരുടിപ്പാണ്. ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ 3-4 തരം മുളകുകൾ എടുത്ത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുരുടിപ്പും കൂടാതെ നിങ്ങൾക്ക് ധാരാളം മുളക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നീട് നമുക്ക് വീണ്ടും 4 തരം മുളകുകൾ കൂട്ടുക, പിന്നെ അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു 10-15 വെറൈറ്റി മുളക് കൃഷി തന്നെ യാതൊരു പ്രശ്നവും കൂടാതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നീം ഓയിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഇതിന് പ്രശ്നം വരികയാണെങ്കിൽ വേപ്പെണ്ണ ഉണ്ടല്ലോ, അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്താലും ഒരുപാട് കീടബാധകൾക്ക് പ്രശ്നം. പിന്നെ പൂക്കൾ കൊഴിയാതിരിക്കാനായിട്ട് നമ്മുടെ കായ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാമ്പാറിന് ഉപയോഗിക്കുന്ന കായ, അത് തന്നെ, അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കായമിട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് ഇതിനെ അടിച്ചു കൊടുത്താൽ പൂക്കൊഴിച്ചലും മാറും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇനിയിപ്പോ ഇതൊക്കെ ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പൂക്കൊഴിച്ചലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ അതിന് മറുപടി തരുന്നു. അപ്പൊ അതൊരു ഇതായി. ഇപ്പൊ നമുക്ക് സാധാരണ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും കാണിച്ചും മനസ്സിലാക്കി തരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാതെ ആർക്കേടെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യൂ. അപ്പൊ മറ്റുള്ളവർക്ക് അത് ഉപകാരമാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.